ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിക്കൽ റിസർച്ചിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. റിസർച്ച് ഡിസൈൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്നതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളൊരു റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പദ്ധതി തയ്യാറാക്കുന്നതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് വിവരശേഖരണങ്ങൾ നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഗവേഷണത്തിന് ആവശ്യമായ വിവരശേഖരണത്തിനുള്ള പദ്ധതിയുടെ ആസൂത്രണം. വിവരശേഖരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്റർവ്യൂ, സർവേ, ക്വസ്റ്റ്യനെയർ തുടങ്ങിയിട്ടുള്ള പല മാർഗങ്ങളിലൂടെ നമ്മൾ വിവരശേഖരണം നടത്തുന്നുണ്ട്. അതിനകത്ത് ആരിൽ നിന്ന് എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കണം എന്നുള്ള കാര്യമാണ് ഒന്ന് വരുന്നത്. അതായത് നമ്മൾ ഈ സർവേകളെ കുറിച്ചിട്ട് അറിയുമ്പോൾ നമുക്ക് കേട്ടുപരിചയമുള്ള ഒന്നാണ് റാൻഡം ആയിട്ട് സർവേ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു പ്രദേശത്ത് തന്നെ, ഇപ്പോൾ അടുത്തടുത്ത വീട്ടിൽ തന്നെ താമസിക്കുന്ന, അല്ലെങ്കിൽ ഒരു നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ പ്രായത്തിൽ തന്നെയുള്ള ആളുകളിൽ നിന്ന് മാത്രം വിവരം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം ആ ഒരു വിവരത്തിൽ നിന്ന് ലഭിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ റാൻഡം ആയിട്ട് സാമ്പിൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. പല പ്രായത്തിൽപ്പെട്ട നഗരത്തിലും ഗ്രാമത്തിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള പല വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിന്റെ ഒരു ആകെ ചിത്രം ലഭിക്കുക. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം അനുസരിച്ചിട്ട്, ഇപ്പോൾ കൗമാരക്കാരിലെ കാര്യങ്ങൾ പഠിക്കുന്നതിന് റിസർച്ച് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക. ആ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്കിനനുസരിച്ചിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള സാമ്പിളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ലഭിച്ച വിവരങ്ങൾ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചുകൊണ്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. ഒരു കാര്യം, ഒരു തിയറി തെറ്റാണെന്ന് തെളിയിക്കുന്നതിനോ അല്ലെങ്കിൽ ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഏത് രീതിയിലാകുമ്പോഴാണ് നമുക്ക് ആ വ്യാഖ്യാനം നടത്താൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു മുൻധാരണ വേണം എന്നാണ് പറയുന്നത്. ഇനി എന്തിനെ കുറിച്ച് പഠിക്കണം, എന്തുകൊണ്ട് ആ വിഷയം പഠിക്കണം, എവിടെ നിന്ന് ഏത് രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കണം, എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും, ഏത് രീതിയിൽ വിശകലനം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുന്നു. അപ്പോൾ പൊതുവിൽ പറയുന്നത്, ഒരു ഗവേഷണം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നടത്തുന്ന ഒരു ആസൂത്രണം ആണ്, അതിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് വിഷയം തിരഞ്ഞെടുക്കുന്നത് മുതൽ ഏത് വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, എന്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തണം. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പിൾ തിരഞ്ഞെടുപ്പ്, ആരിൽ നിന്ന് ഏത് രീതിയിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്, ആ ലഭിച്ച വിവരങ്ങൾ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ വിശകലനം നടത്തണം. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നടത്താം, അല്ലെങ്കിൽ ചാർട്ടുകൾ തയ്യാറാക്കാം. ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിസർച്ച് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മാർഗരൂപത്തിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റഡി ഡിസൈൻ. നമ്മൾ നേരത്തെ റിസർച്ച് ഡിസൈനിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഓരോ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുകയാണ് സ്റ്റഡി ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് സാമ്പിളിംഗ് ഡിസൈൻ. സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതിനകത്ത് വരുന്ന കാര്യം, നമ്മുടെ സാമ്പിൾ എത്ര അളവിലുള്ളതാണ്, നമ്മൾ 100 പേരിൽ നിന്നാണോ 1000 പേരിൽ നിന്നാണോ, ആ രീതിയിൽ എത്ര അളവിലാണ് നമ്മൾ വിവരം ശേഖരിക്കുന്നത്, നമ്മുടെ സാമ്പിൾ എത്രയാണ് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞു ഏത് വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സമൂഹത്തിന്റെ പൊതുചിത്രമാണ് നമുക്ക് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ നഗരത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്ത പ്രായമുള്ളവരും വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലം ഉള്ളവരിൽ നിന്നും ഒക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ഇനി അതല്ല, സമൂഹത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗമാരക്കാരെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തൊഴിലിൽ ഏർപ്പെടുന്നവരെ കുറിച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ള പഠനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്നായിരിക്കും വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. ആ രീതിയിൽ ആരിൽ നിന്നാണ് നമ്മൾ വിവരം ശേഖരിക്കുന്നത്, അത് എത്ര അളവിൽ എത്ര ആളുകളിൽ നിന്ന് നമ്മൾ വിവരം ശേഖരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സാമ്പിളിംഗ് ഡിസൈനിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അടുത്തത് ഒബ്സർവേഷണൽ ഡിസൈൻ. അപ്പൊ നമ്മൾ തീരുമാനിച്ചു എത്ര പേരിൽ നിന്നാണ്, ഏത് തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ വിവരം ശേഖരിക്കുന്നത് എന്ന് തീരുമാനിച്ചു. ഇനി ഏത് രീതിയിലാണ് നമ്മൾ വിവരം ശേഖരിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത്.
നമുക്കറിയാം സർവേ, അതുപോലെ തന്നെ കേസ് സ്റ്റഡി, അതായത് ചില അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ആളുകളിൽ നിന്ന് മനസ്സിലാക്കൽ, അതുപോലെ പല രീതികളിൽ നിന്ന് നമുക്ക് ഇന്റർവ്യൂ മെത്തേഡ് ഉണ്ട്, അതുപോലെ ക്വസ്റ്റ്യനെയറുകൾ വിതരണം ചെയ്തുകൊണ്ട് ആളുകൾ അത് പൂരിപ്പിച്ചു തരുന്ന മെത്തേഡ് ഉണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതാണ് ഒബ്സർവേഷണൽ ഡിസൈനകത്ത് നമ്മൾ പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ ഏത് രീതിയിലാണ് വിശകലനം ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഗ്രാഫുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ആ രീതിയിലൊരു കമ്പാരിസൺ നടത്താം. അതല്ലെങ്കിൽ ചാർട്ടുകൾ, പട്ടികകൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ വിശകലനം നടത്താം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹൈപ്പോത്തിസിസ് വെച്ചുകൊണ്ടായിരിക്കും റിസർച്ച് നടത്തുന്നതായിരിക്കുക. അതായത് ഒരു തിയറി ശരിയാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ആണെങ്കിൽ ഏത് രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചാലാണ് അത് ശരിയെന്ന് പറയാൻ കഴിയുക, ഏത് രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചാലാണ് തെറ്റെന്ന് പറയാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള ഒരു മുൻധാരണ നമുക്ക് വേണം. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇത് വിശകലനം ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ഓപ്പറേഷണൽ ഡിസൈൻ ആണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ സാമ്പിൾ, അതുപോലെ തന്നെ ഈ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ, അതായത് വിശകലനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം വേണ്ടി വരും, നമുക്ക് ചെലവ് വേണ്ടി വരും. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെല്ലാമാണ് ഈ ഓപ്പറേഷണൽ ഡിസൈനകത്ത് വരുന്നത്. എത്ര സമയം കൊണ്ട്, എത്ര ചെലവാക്കിക്കൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്കിത് കൃത്യമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഓപ്പറേഷണൽ ഡിസൈനകത്ത് വരുന്നത്. നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് റിസർച്ച് ഡിസൈനിന്റെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വീടിനൊരു പ്ലാനാണ് നിർമ്മിക്കുക. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് തറ ഉണ്ടാക്കിയിട്ട് പിന്നെ തോന്നുന്ന പോലെ നമ്മൾ റൂമുകൾ ഉണ്ടാക്കുകയല്ലോ ചെയ്യുക. നമുക്ക് മുൻപ് തന്നെ ഒരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അതാണ് റിസർച്ച് ഡിസൈനിനകത്ത് വരുന്നത്. ആ രീതിയിലാണ് നമുക്ക് ഗവേഷണം സുഗമമായി നടത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സമയത്തില്, ചെലവില്, നമ്മുടെ പ്രയത്നത്തില് എല്ലാം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയും ഒരു പ്ലാനും തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ രീതിയിൽ വളരെ പെട്ടെന്ന് സമയം കുറച്ചെടുത്തുകൊണ്ട്, ചെലവ് കുറച്ചെടുത്തുകൊണ്ട് ഗവേഷണം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ കൃത്യമായി തെറ്റുകൾ കൂടാതെ ഇങ്ങനെ റിസർച്ച് ഡിസൈൻ തയ്യാറാക്കുന്നത് ഗവേഷണ വിജയത്തിന് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഗവേഷണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ വരികയും, അല്ലെങ്കിൽ നമുക്കറിയാലോ കോമൺ സെൻസ് ആണ്, എത്ര ചെലവ് വരും എന്നുള്ള കാര്യം മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കയ്യിൽ ആ ഫണ്ട് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ ആ റിസർച്ചിന് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അതല്ലാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ച് ആണെങ്കിൽ ചിലപ്പോൾ റിസർച്ച് പകുതി വഴിയിൽ നിന്ന് പോവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഒരു റിസർച്ച് സുഗമമായി നടത്തിപ്പിന് ഒരു റിസർച്ച് ഡിസൈൻ അത്യാവശ്യമാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഡിസൈൻ, ഒരു നല്ല റിസർച്ച് ഡിസൈൻ എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷപാതിത്വമില്ലാത്തതും വിശ്വാസ്യത ഉള്ളതുമായ വിവരങ്ങൾക്കും കണ്ടെത്തലുകൾക്കും സഹായിക്കുന്നതായിരിക്കണം നല്ലൊരു റിസർച്ച് ഡിസൈൻ. അതായത് അതിന്റെ സാമ്പിൾ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു ഒരു വിഭാഗം ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് മാത്രം വിവരം ശേഖരിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള വിവരമായിരിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ വിഷയത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ പക്ഷപാതിത്വം ഇല്ലാത്ത രീതിയിൽ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുന്ന ഒരു ഡിസൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് എന്നതിന് അനുസൃതമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ ഒരു നല്ല റിസർച്ച് ഡിസൈനിന്റെ ലക്ഷണമാണ്. പിന്നെ ഗവേഷണത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി പ്രസ്താവിക്കണം. റിസർച്ചിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്, എന്താണ് അതിന്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പഠനം നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നല്ല റിസർച്ച് ഡിസൈനിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കറിയാം നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ റിസർച്ച് ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ്, ഏത് ഹൈപ്പോത്തസിസ് ആണ് എന്നതിനെ അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ എന്നുള്ളതാണ് നല്ലൊരു റിസർച്ച് ഡിസൈനിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇനി റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേരിയബിൾസ്. റിസർച്ചിൽ ഉടനീളം നമ്മൾ പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ഗവേഷണം നടത്താമെന്ന് വിചാരിക്കുക. അതിനകത്ത് ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥികൾ വീട്ടില് അച്ഛനും അമ്മയും ഒരു കുട്ടിയും എന്നുള്ള രീതിയിലാണോ ജീവിക്കുന്നത്, അതോ അവർക്ക് സഹോദരങ്ങളുണ്ടോ, അതോ അവർ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്
തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ അവരുടെ ഈ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് വരാം. ആ രീതിയിൽ ഒരു ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി ഇത് വ്യത്യസ്ത അളവുകളിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു എഫിഷ്യൻസിയെ കുറിച്ചിട്ട് ഒരു ഫെർട്ടിലൈസർ, ഒരു വളം അത് പ്രയോഗിക്കുന്നത് കൃഷിക്ക് നല്ലതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഗവേഷണം നടത്തുകയാണെങ്കിൽ അത് ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ എത്ര അളവിലാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള രീതിയിൽ അതിനകത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും. ആ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുന്നതായിരിക്കും. ആ രീതിയിൽ നമ്മുടെ ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുന്ന മാറ്റം വരുത്താൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ എന്ന് പറയുന്നത് ഗവേഷണത്തിൽ വേരിയബിൾസിന്റെ സ്വാധീനം നിയന്ത്രിക്കുന്നതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു വേരിയബിൾസ് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ പുറമേ നിന്നുള്ള സ്വാധീനം കാരണം കൊണ്ട് അവിടെ എഫക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വിവരശേഖരണത്തിൽ പോരായ്മകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പരമാവധി അത്തരം വേരിയബിൾസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് റാൻഡം ആയിട്ട് പല വിഭാഗത്തിൽ പല തരത്തിലുള്ള ആളുകളിൽ നിന്ന് സാമ്പിൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഈ തരത്തിൽ വേരിയബിൾസിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വേരിയബിൾസിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി റിസർച്ച് ഹൈപ്പോത്തിസിസ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഹൈപ്പോത്തിസിസ്. അതായത് ഒരു പ്രസ്താവന നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു തിയറി ആയിരിക്കാം. ആ ഗവേഷണ ഫലത്തെയും വേരിയബിൾസും തമ്മിലുള്ള ബന്ധത്തെയും സംബന്ധിച്ച പ്രവചനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗവും വിദ്യാർത്ഥികളും എന്നുള്ള ഒരു റിസർച്ചാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? അത് വിദ്യാർത്ഥികളിൽ പഠനത്തെ പുറകോട്ട് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ വേറൊരു ഹൈപ്പോത്തിസിസ് നടത്താം. അപ്പോൾ നമ്മൾ ഏത് ഒരു വീക്ഷണമാണ് അവിടെ നമ്മൾ പരിശോധിക്കുന്നത്, അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഏത് കാര്യത്തെയാണോ നമ്മൾ പരിശോധിക്കുന്നത്, അതിനെയാണ് നമ്മൾ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെരിമെന്റൽ വേരിയബിൾസും നോൺ എക്സ്പെരിമെന്റൽ വേരിയബിൾസും ആണ്. നമുക്കറിയാം ഈ ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ വേരിയബിൾസ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ വേരിയബിൾസിനകത്ത് നമ്മൾ ഈ വേരിയബിൾസിനെ മാറ്റം വരുത്തി സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതാണ്. അതായത് നമ്മൾ മനഃപൂർവ്വം ഈ വേരിയബിൾസിനകത്ത് മാറ്റം വരുത്തും. അങ്ങനെ നടത്താൻ കഴിയുന്ന വേരിയബിൾസ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ എഫിഷ്യൻസിയെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ചാണ് നമ്മൾ നടത്തുന്നത്. ഒരു ഫെർട്ടിലൈസറിന്റെ ഒരു വളം പ്രയോഗിക്കുന്നത് കൃഷിക്ക് നല്ലതാണോ ദോഷമാണോ എന്നുള്ള രീതിയിലാണ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്കത് പല അളവുകളിൽ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ പല സമയത്ത് നമുക്കത് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വ്യത്യസ്ത രീതികളിൽ അത് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നല്ലത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിനകത്ത് വരുന്നത്. നോൺ എക്സ്പെരിമെന്റൽ മെത്തേഡിനകത്ത് നമ്മൾ വേരിയബിൾസിനകത്ത് ഒരു മാറ്റവും വരുത്തില്ല. എങ്ങനെയാണോ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്നത് അതേ രീതിയിൽ തന്നെ അതിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് നോൺ എക്സ്പെരിമെന്റലിനകത്ത് നടക്കുന്നത്. ഇനി ഈ സെക്ഷനിൽ അവസാനം വരുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള റിസർച്ച് ഡിസൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് ഈ റിസർച്ച് നടത്തുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഇതിൽ മാറ്റം വരുന്നത്. ആദ്യം വരുന്നത് എക്സ്പ്ലോറേറ്ററി ഡിസൈൻ. എക്സ്പ്ലോർ ചെയ്യുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ വിഷയങ്ങളെയോ വീക്ഷണങ്ങളെയോ കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് എക്സ്പ്ലോറേറ്ററി ഡിസൈൻ ഉപയോഗിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമോ അല്ലെങ്കിൽ ഇതുവരെ കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കാത്ത വിഷയങ്ങളോ അത്തരത്തിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്തുന്ന റിസർച്ചുകളാണ് എക്സ്പ്ലോറേറ്ററിയിൽ വരുന്നത്. തുടർ പഠനങ്ങൾക്കുള്ള അടിസ്ഥാനവും ഹൈപ്പോത്തിസിസ് രൂപീകരണവും നടക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായിട്ട് പഠിക്കപ്പെടാത്ത ഒരു വിഷയം എന്നുള്ള രീതിയിൽ അതിൽ ആദ്യമായിട്ട് നടത്തുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് വരുന്നത്. അങ്ങനെ പിന്നീട് വരുന്ന ആളുകൾക്ക് റിസർച്ച് നടത്താനുള്ള അടിസ്ഥാനം അവിടെ രൂപീകരിക്കപ്പെടും. അതുപോലെ തന്നെ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഹൈപ്പോത്തിസിസുകൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. പിന്നീട് ആ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ കൂടുതൽ ഗവേഷണങ്ങൾ അവിടെ നടത്താൻ വേണ്ടിയിട്ട് അടിസ്ഥാനം പുതിയൊരു വിഷയത്തെ കുറിച്ചിട്ട് നടത്തുക എന്നുള്ളതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിനകത്ത് വരുന്നത്. ഇതിൽ ഇന്റർവ്യൂ, സർവേ, ലിറ്ററേച്ചർ റിവ്യൂ തുടങ്ങിയിട്ടുള്ള നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടാണോ റിസർച്ച് നടത്തുന്നത് എന്നതിന് അനുസൃതമായിട്ടുള്ള വിവരശേഖരണം രീതികൾ നമുക്ക് പിന്തുടരാൻ കഴിയുന്നതാണ്. ഇതിൽ പൊതുവെയുള്ള ഒരു കാര്യം, ഇത് ഫ്ലെക്സിബിൾ ആയിട്ടൊരു കാര്യമാണ്. കാരണം പുതിയൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഈ റിസർച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക്
പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ട് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഒരു വിഷയത്തെ സംബന്ധിച്ച വിവരം നൽകുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ജനവിഭാഗമാകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക തൊഴിൽ ഏർപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്നവർ, ഗ്രാമീണർ, നഗരവാസികൾ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് വിവരണം നൽകുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ഡയഗ്നോസ്റ്റിക് റിസർച്ചിനകത്ത് വരുന്നത് ഒരു വിഷയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് കൗമാരക്കാർക്കിടയിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള റിസർച്ച് നടത്തുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിനകത്ത് വരുന്നത്. അവരുടെ സ്വഭാവത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലുള്ള പ്രവണതകൾ എന്താണ് എന്നുള്ള റിസർച്ച് നടത്താണ്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പൊ നമ്മൾ കണ്ടെത്തി അവരുടെ ഇടയിൽ ലഹരി ഉപയോഗം ഉണ്ട് എന്നുള്ളത്. അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ചിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ള രീതിയിലുള്ള വിശകലനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഈ സ്റ്റഡി ഡിസൈൻ ഒരുപോലെയാണ് വരുന്നത്. ഇതിന്റെ ടോപ്പിക് തിരഞ്ഞെടുപ്പ്, വിവരശേഖരണം, സാമ്പിൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാമ്പിൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈനകത്ത് വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിശ്വാസ്യത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വിഷയമാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നാണ് നമ്മൾ വിവരം ശേഖരിക്കേണ്ടത്. അതുപോലെ തന്നെ റാൻഡമായിട്ട് പല വിഭാഗത്തിലുള്ള, അതായത് നഗരത്തിലെ, ഗ്രാമത്തിലെ, അല്ലെങ്കിൽ സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെയുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഇനി ലഭിച്ച വിവരങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഗ്രാഫിക്കലായിട്ടാണോ അതോ ചാർട്ടായിട്ടാണോ, അതിൽ കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പോതെസിസ് തയ്യാറാക്കി വെച്ചത് ഏത് രീതിയിലുള്ള വിവരങ്ങൾ വരുമ്പോഴാണ് നമുക്കൊരു തെറ്റാണ് ശരിയാണെന്ന് പറയാൻ കഴിയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഡിസ്ക്രിപ്റ്റീവ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിനെ സംബന്ധിച്ച് പറയുന്നത് ഫ്ലെക്സിബിൾ അല്ല. അതായത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതിന് ശേഷം നടത്തുമ്പോഴാണ് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് ഫലം ലഭിക്കുകയുള്ളൂ. ഇനി ഈ സെക്ഷനിൽ അവസാനമായിട്ട് വരുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് ഡിസൈൻ ആണ്. ഏറെ കാലം വിവരശേഖരണം നടത്തുന്ന ആഴത്തിലുള്ള പഠനമാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആഴത്തിലുള്ള പഠനമാണ് ഇവിടെ വരുന്നത്. അതൊന്നുകിൽ ഒരേ ആളുകളിൽ നിന്ന് ആവർത്തിച്ചോ അല്ലെങ്കിൽ പുതിയ ആളുകളിൽ നിന്ന് നിരന്തരമായിട്ടോ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് നടത്താമെന്ന് വിചാരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ കണ്ട ആളുകൾ തന്നെ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആവർത്തിച്ച് നിരീക്ഷിക്കേണ്ടി വരും. ആ രീതിയിൽ ചിലപ്പോൾ കണ്ട ആളുകളെ തന്നെ വീണ്ടും വീണ്ടും മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഇതുപോലെ ഇടവിട്ട് ചെന്ന് കണ്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ആ രീതിയിൽ ഏറെ കാലം ഒന്നുകിൽ ഒരേ ആളുകളിൽ നിന്നും അല്ലെങ്കിൽ വേറെ ആളുകളിൽ നിന്ന് ആവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്യാൻസർ രോഗികളെ കുറിച്ചിട്ടുള്ള ഒരു ഗവേഷണമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന ആളുകൾ ഒരേ ആളുകളല്ലെങ്കിലും വേറെ ആളുകളാണെങ്കിൽ വീണ്ടും നമ്മൾ ഓരോ മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും സാമ്പിളുകൾ എടുത്തുകൊണ്ട് വീണ്ടും വിവരശേഖരണം നടത്തുന്ന, ഒരുപാട് കാലം വിവരശേഖരണം നടത്തുന്ന ആഴത്തിലുള്ള പഠനമാണ് നമ്മൾ ഈ ഒരു റിസർച്ചിനകത്ത് വരുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആഴത്തിലുള്ള ഒരു പഠനം നടത്തുന്നത് കൊണ്ട് നമുക്ക് കാര്യകാരണങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. പക്ഷെ ഇത് ചെലവ് കൂടുതലാണെന്നുള്ളതും ഏറെക്കാലം പ്രയത്നിക്കണം എന്നുള്ളതും പോരായ്മയാണ്. ഏറെക്കാലം ഈ ഗവേഷണം നടത്തുന്ന വ്യക്തി പ്രയത്നിക്കണം എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ ഇങ്ങനെ വീണ്ടും വിവരം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇതിൽ വിവരങ്ങൾ നൽകുന്ന ആളുകൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇനി കാണാൻ താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയാം. ആ രീതിയിലുള്ള പല പ്രതിബന്ധങ്ങളും ഇതിനകത്ത് കടന്നു വരാവുന്നതാണ്. ഇതിന്റെ ഡിസൈനെ സംബന്ധിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരേ ആളുകളിൽ നിന്ന് തന്നെ സ്ഥിരമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ സാമ്പിളുകൾ എടുത്തുകൊണ്ട് വീണ്ടും വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള 2 മെത്തേഡാണ് ഇതിനകത്ത് വരുന്നത്. ആ രീതിയിൽ ഏറെക്കാലം വിവരശേഖരണം നടത്തിയിട്ട് ആഴത്തിലുള്ള പഠനം നടത്തുന്നതാണ് ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
കൂടാതെ ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.